ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെൻ ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മുടെ ചാനലിൽ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ നമ്മളൊരു വെറൈറ്റി ആയിട്ട് പെൻ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ. പെൻ ബാസ്ക്കറ്റ് ഇവിടെ ഉണ്ട്. അതും നമ്മൾ ബലൂൺ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് പെൻ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ഉപയോഗിക്കാം. ഏകദേശം സെയിം ആണ്, രണ്ട് മൂന്ന് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെ അറിയണ്ടാവും. നമ്മൾ വിനെഗറിൻ്റെ ബോട്ടിലും സ്ട്രോയും കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താ ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ വീഡിയോയിട്ട് വിടാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ 3 കുപ്പികൾ എടുത്തിട്ടുണ്ട്. ഇതൊരു വിനെഗറിൻ്റെ കുപ്പി, പിന്നെ ഇത് ഒരു വിനെഗറിൻ്റെ കുപ്പി, ഇത് പിന്നെ ഒരു വെള്ളക്കുപ്പിയാണ്. വിനെഗറിൻ്റെ കുപ്പി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിനെഗറിൻ്റെ കുപ്പി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് മതി. ഏകദേശം ഇത്രയും ഭാഗമൊക്കെ നമുക്ക് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഈ 3 ആ ഒരു അളവിൽ ഞാൻ മുറിച്ചെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 മുറിച്ച് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇത്രയും വലുപ്പം മതി. നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറക്കാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇത്രയും വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ബലൂൺ സ്റ്റിക്ക് എടുത്തു. അപ്പോൾ കുറച്ച് ബലൂൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം 7 സെൻറ്റിമീറ്ററോളമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്ക് 28 സെൻറ്റിമീറ്ററാണ് ഇത് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ ഒരു പീസ് നമ്മൾ 7 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗം നമ്മൾ 3 ആദ്യം 2 ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 ആദ്യം ഗ്ലൂ ഗൺ ആക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഈ ഇതും കൂടി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മൾ 3 കൂടി ഒട്ടിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആകൃതിയിൽ. പിന്നെ നമുക്കിവിടെ മൂടി, അതായത് നമ്മൾ ഈ 3 ബോട്ടിലിൻ്റെയും മൂടി നമുക്കിവിടെ ആവശ്യമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അലങ്കാരത്തിനായിട്ട് എടുക്കുകയാണ്. ഈ മൂടി നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 മൂടിയും കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഞാൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്ക് ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ 3 ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, അങ്ങനെ 3 ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അവിടെയാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു. 3 ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ ചെറിയ പീസ് എടുത്തിട്ട് ബാക്കിയുള്ള ഈ ഒരു ഞാൻ ഇതിനാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ചെറുതായിട്ട് ഗ്ലൂ ആക്കുക. എന്നിട്ട് നേരെ ഇതിനൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കുക ഓരോന്നായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സംഭവത്തിൽ 1 ഫുള്ളായിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, ഉണ്ടോ? 1 ഫുള്ളായി, ബാക്കി കൂടി ഫുള്ളാകുമ്പോൾ വേറെ ലെവലിൽ കാരം. അങ്ങനെ അവസാനം നമ്മുടെ പെൻ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ 3 കളറുള്ള മൂടിയും വെച്ച് സൈഡിലൊക്കെ ഒരു വെറൈറ്റി കളറുള്ള സ്ട്രോകളും, നമ്മളുടെ ഇവിടെ ഒന്ന് പോയിരിക്കുന്നു ഗൈസ്, നമ്മളുടെ ബലൂൺ സ്റ്റിക്കും വെച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമ്മുടെ പെൻ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ എല്ലാ പെന്നുകളും മറ്റ് ടൂൾസൊക്കെ എടുത്ത് കണ്ടിട്ട്, ടൂൾസ് മീൻസ് എൻ്റെ പെന്നുകളൊക്കെ ഉണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തന്നെ ഫുള്ളായി, ഒരു ബോട്ടിലിൻ്റെ ബാക്കി തന്നെ ഫുള്ളായി. ഇനി ബാക്കിയുള്ള 2 പെൻ ബാസ്ക്കറ്റും കൂടി ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി അതിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി ഈ സംഭവം ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എനിക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെൻ ബാസ്ക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഉപകാരപ്പെടും. അവിടുത്തെ പെന്നുകളും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പോയിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പെന്നുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇടാവുന്ന ഒരു ചെറിയൊരു ബാസ്ക്കറ്റാണ് നിങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇതിലും നല്ല കൊച്ചു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ബൈ.